എല്ലാ അമാവാസി തോറും അമാവാസി പൂജയും പൗർണമികളിൽ പൗർണമി സന്താനങ്ങളുടെ ശ്രേയസിനും മംഗല്യസിദ്ധി വിവാഹാദി കാര്യങ്ങൾക്കുള്ള തടസ്സം ഉദ്യോഗം നമുക്ക് ജോലി സംബന്ധമായ തടസ്സങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഈശ്വരാധീനം ബലപ്പെടുത്തുന്നു. തമിഴ്നാട്ടിൽ ഇത് വളരെ ഫേമസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നമുക്ക് ഈ അമാവാസിയും പൗർണമിയൊക്കെ വളരെ അപൂർവം ചില ക്ഷേത്രങ്ങളിലുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ ശനീശ്വര ക്ഷേത്രത്തിൽ ഇത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമാവാസി പൂജയും പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടി പിതൃക്കൾ പ്രസാദിക്കുക. ഇപ്പോൾ ഈ ശനീശ്വര ജയന്തി പോലും ആൾക്കാർ വരുന്നതിനെക്കുറിച്ച് അവരൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ജയന്തി ആഘോഷമൊന്നും. 25 ജൂലൈ മാസം 7-ാം തീയതി ഞങ്ങളുടെ ആദ്യത്തെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പ്രതിഷ്ഠാ ദിന മഹോത്സവമായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ നടത്താനാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. ചില ദിവസങ്ങൾ പ്രത്യേക ദിവസങ്ങളിൽ പൂജ, ഇപ്പോൾ പൗർണമി, അമാവാസി ഈ ദിവസങ്ങളിൽ പൂജ ചെയ്യാറുണ്ട് ക്ഷേത്രങ്ങളിൽ. ഇത്തരം പൂജകൾക്ക് പങ്കെടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണ്? പൗർണമിക്ക് ശനീശ്വര ക്ഷേത്രത്തിൽ മുൻകാലങ്ങളിൽ ഇപ്പോഴും 2024 ജൂലൈ മാസം 7-ാം തീയതിയാണ് നമ്മൾ പുനഃപ്രതിഷ്ഠ നടത്തി. പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം പഴയ പൂജകളൊന്നും ആവർത്തിച്ചിട്ടില്ല. എല്ലാ അമാവാസി തോറും അമാവാസി പൂജയും പൗർണമികളിൽ പൗർണമി പൂജ. ഈ പൗർണമി പൂജ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴം നമ്മൾക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് വ്യാഴമാറ്റം ഉണ്ടായി. ഒരുപാട് പേർക്ക് വ്യാഴം അതിൻ്റെ അനിഷ്ട സ്ഥാനത്തേക്ക്, അതായത് അതിൻ്റെ ഭാവം മാറി നിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ വ്യാഴത്തെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ ഈ പൗർണമിയുടെ അന്ന് വിഷ്ണു പൂജ നടത്തും. വിഷ്ണു പൂജ നടത്തുകയും അതോടൊപ്പം നാരായണീയം അല്ലെങ്കിൽ നമ്മൾ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യിപ്പിക്കും. അന്നത്തെ ദിവസം കുറേ ആൾക്കാർ വന്നിരുന്ന് അത് പാരായണം ചെയ്ത് അവർക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് അന്നത്തെ ആ ഒരു ഇതിൽ ഇപ്പോൾ വരുന്ന ആൾക്കാർ അന്നത്തെ ആ ചടങ്ങിൽ പങ്കെടുക്കും. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം സന്താനങ്ങൾ ഈ കുട്ടികൾ ഈ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ചിലർ ഈ വ്യാഴം ആണ് നമ്മൾക്ക് സന്താനകാരകനായിട്ടൊക്കെ നിൽക്കുന്ന വ്യാഴത്തിന് അനിഷ്ടസ്ഥിതി ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ ഇല്ല, വിവാഹം കഴിഞ്ഞ് കുറേ കാലമായി എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് സന്താന സൗഭാഗ്യത്തിനും സന്താനങ്ങളുടെ ശ്രേയസിനും മംഗല്യസിദ്ധി വിവാഹാദി കാര്യങ്ങൾക്കുള്ള തടസ്സം ഉദ്യോഗം നമുക്ക് ജോലി സംബന്ധമായ തടസ്സങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഈശ്വരാധീനം ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പൗർണമി പൂജ എന്തുകൊണ്ടും മറ്റു സ്ഥലങ്ങളിലൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ ഇത് വളരെ ഫേമസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നമുക്ക് ഈ അമാവാസിയും പൗർണമിയൊക്കെ വളരെ അപൂർവം ചില ക്ഷേത്രങ്ങളിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശനീശ്വര ക്ഷേത്രത്തിൽ ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം പ്രയോജനം ഉണ്ടാവും. ഇപ്പോൾ കുറുപ്പന്തറയിൽ ശനിദേവൻ ക്ഷേത്രത്തിൽ നമ്മൾ ഇത്തരം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ അമാവാസിക്കും പൗർണമിക്കും. അപ്പോൾ എന്തൊക്കെ ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ ചെയ്യുന്നത്? ക്ഷേത്രത്തിൽ നിത്യേനയുള്ള പൂജകൾ, അഭിഷേകം, മറ്റ് ചടങ്ങുകളെല്ലാം പഴയതുള്ളതുപോലെ തന്നെ അഡീഷണലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഈ അമാവാസിക്ക് പ്രത്യേകമായിട്ട് അമാവാസി നമ്മൾ തിലഹോമം നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആ തിലഹോമം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ഹോമിക്കുക. അതിന് ഹോമം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ പൂജകൾ കൂടാതെ നമ്മൾ പ്രത്യേകമായിട്ട് അത് ഒരു വഴിപാടായിട്ട് തന്നെ നമ്മളുടെ പിതൃക്കൾക്ക്, നമ്മുടെ പൂർവ്വർക്ക് വേണ്ടപ്പെട്ടവർ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പേരും അവരുടെ മരിച്ച നക്ഷത്രവും തന്ന് നമ്മൾ തിലഹോമം നടത്തി അവർക്ക് വേണ്ടിയിട്ടൊരു സായുജ്യ പൂജ എന്ന് പറയും. അപ്പോൾ ഈ അവരുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ കൂടി ഇരുത്തി അവർക്ക് കൂടി അതിൽ പങ്കുചേർന്ന് നമ്മൾക്ക് ഓരോരുത്തരെയും കാലത്തിലും അകാലത്തിലും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്നും ബന്ധുജനങ്ങൾ വേർവിട്ട് പോയിട്ടുള്ള നമുക്ക് പോലും അറിയാത്തവർ അവരെല്ലാവരും ജ്ഞാത അജ്ഞാതം അവർ പറയും അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള എല്ലാ ആത്മാക്കൾക്കും മോക്ഷഗതി ഉണ്ടാവണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു പിടി പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ബന്ധു ആരെങ്കിലും ഒരാൾക്ക് കഴിഞ്ഞാൽ അതൊരു നല്ലത് തന്നെയാണ്. അതിൻ്റെ അനുഗ്രഹം അവർക്കും ഉണ്ടാകും, അവരുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ കുടുംബത്തിലും അതുണ്ടാവും. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമാവാസി പൂജയും പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടി പിതൃക്കൾ പ്രസാദിക്കുക, അതുപോലെ തന്നെ ദൈവാധീനം നമ്മൾക്ക് വരണം. അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് നമ്മുടെ കുടുംബത്തിലുണ്ടാകും. പല കുടുംബങ്ങളിലും കുട്ടികൾക്കും ഈ കുടുംബത്തിലെ മറ്റു ആൾക്കാർക്കും ഐശ്വര്യവും അനുഗ്രഹവും ഇല്ലാതെ പോകുന്നത് നമ്മൾ എവിടെ ചെന്ന് പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞാലും അവർ പറയും പിതൃക്കളുടെ ദോഷമാണ്. ഇപ്പം സ്കൂൾ തുറക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ കുട്ടികൾ പുതുതായിട്ട് സ്കൂളിലേക്ക് പോകുന്നവരുണ്ട്, പിന്നെ ജയിച്ചവർ അടുത്ത മേളിൽ ക്ലാസ്സിലേക്ക് പോകുന്ന സമയം കൂടിയാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വേണ്ടിയിട്ട് അതായത് ഒരു സ്കൂളിൻ്റെ നമുക്ക് സരസ്വതി പൂജ ചെയ്യുക, അവരുടെ ഒരു പുസ്തകമൊക്കെ പൂജിച്ച് അതൊരു വിശ്വാസത്തിൻ്റെ ഒരു പേനയൊക്കെ പൂജിച്ച് പുസ്തകമൊക്കെ പൂജിച്ച് സരസ്വതി ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമുക്കൊരു സരസ്വതി പൂജ. പിന്നെ വിദ്യാഗോപാല മന്ത്ര അർച്ചനകൾ ചെയ്യുക. വിദ്യാഗോപാലം എന്ന് പറഞ്ഞിട്ടുള്ള പഠിക്കാനായിട്ട് പഠിപ്പിലൊക്കെ അല്പം പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് നമുക്ക് വിദ്യാഗോപാല അർച്ചനകൾ ചെയ്യുക. അതുപോലെ ബുധനാണ് വിദ്യയുടെയും ബുദ്ധിയുടെയും കണക്കിൻ്റെയും ഒക്കെ കാരകത്വം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെച്ചാൽ ബുധ ഭഗവാന് നമുക്ക് പച്ചപ്പട്ട്, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ നിറമാണ് പച്ച, അതുപോലെ തന്നെ പച്ച
ചെറുപയറില്ലേ, ചെറുപയറാണ് ദ്രവ്യം. അപ്പോൾ ആ പച്ചപ്പട്ട് ഒരു ഇതിനകത്ത് വെച്ച് നമുക്കൊരു കുറച്ച് പയറും ഒക്കെ വെച്ച് കൊണ്ടുവന്ന് ഭഗവാൻ കൊണ്ടുവന്ന് വെച്ച് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം, എൻ്റെ മനസ്സിനെ, ബോധത്തെ, ആത്മതലങ്ങളെ എല്ലാം ശുദ്ധീകരിക്കുന്നു. നവഗ്രഹങ്ങൾക്ക് വളരെയധികം പങ്കുണ്ട്. അപ്പോൾ ഇത് ആ സമയങ്ങളിലല്ല, കഴിയുമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ പറ്റിയില്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹങ്ങളെ ദർശനം ചെയ്ത് ആവുന്നത്. ഇനി ഒന്നും പറ്റിയില്ലെങ്കിലും ഡെയിലി നവഗ്രഹ മന്ത്രങ്ങൾ ചൊല്ലുക, അല്ല പ്രാർത്ഥനയെങ്കിലും ചൊല്ലണമെന്നുള്ളതാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളൊരു കാര്യം. കുട്ടികൾ എന്തായാലും നാളത്തെ ഒരു പ്രതീക്ഷകളാണ്. അതെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറുപ്പന്തറ ശനീശ്വര ക്ഷേത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യാറുണ്ട്. കാരണം ഈ ചില പരീക്ഷകൾ അടുക്കുമ്പോൾ അതുപോലെ ചില മാതാപിതാക്കൾ പ്രത്യേകമായിട്ട്, പിന്നെ ചിലർ കുട്ടികളുടെ വിവരങ്ങൾ പറഞ്ഞു വരും. അപ്പോഴും നമ്മൾ അവരുടെ ഗ്രഹനില ഒന്ന് കൊണ്ടുവരാൻ ചോദിക്കും. എന്നിട്ട് ബുധനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇനി കുറുപ്പന്തറ ക്ഷേത്രത്തിലെ പുതിയ വിശേഷം എന്താണ്? അതായത് നമ്മൾ ക്ഷേത്രം 2024 ജൂലൈ മാസം 7-ാം തീയതിയായിരുന്നു പുനഃപ്രതിഷ്ഠ നടത്തിയത്. അത് മിഥുനമാസം 23. അപ്പോൾ അത് എല്ലാ വർഷവും ആ മിഥുനമാസം 23 പ്രതിഷ്ഠാ ദിനമായിട്ട് തന്നെ നമ്മൾ ആചരിക്കണമെന്നാണ് നിർദ്ദേശം. അപ്പോൾ അതനുസരിച്ച് ഈ 25 ജൂലൈ മാസം 7-ാം തീയതി ഞങ്ങളുടെ ആദ്യത്തെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പ്രതിഷ്ഠാ ദിന മഹോത്സവമായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ നടത്താനാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അത് ക്ഷേത്രത്തിൻ്റെ തന്ത്രി വന്ന് അവിടുന്ന് നിർദ്ദേശിക്കുന്ന കലശപൂജാദികളെല്ലാം വെച്ചിട്ട് തന്നെ അതിഗംഭീരമായ രീതിയിൽ നടത്തണമെന്നുള്ളൊരു ആഗ്രഹമാണ്. ക്ഷേത്രതന്ത്രി ആരാണ്? ക്ഷേത്രത്തിന് ബ്രഹ്മശ്രീ മുണ്ടക്കുടിമന ദാമോദരൻ നമ്പൂതിരി. ഏതാണ്ട് ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് വളരെ പ്രശസ്തനായിട്ടുള്ളൊരു തന്ത്രിയാണ് മുണ്ടക്കുടിമന. അന്ന് വിശേഷമായിട്ടുള്ള മറ്റ് കലാപരിപാടികളോ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും? എന്താണെന്ന് ചോദിച്ചാൽ ശനീശ്വര ഭഗവാൻ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അലങ്കാരപ്രിയനോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്നുമുള്ള കാര്യങ്ങളിൽ വലിയൊരു എന്താ പറയുക വലിയ തൽപരനല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള നമ്മൾക്ക് സന്തോഷകരമായ നാമജപമല്ല, നമ്മൾക്കെന്ന് വെച്ചാൽ പൂജ ഹോമാദികൾ ചെയ്യും. ഈ ക്ഷേത്രത്തിലെ ചൈതന്യം, അതായത് ദേവചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ദ്രവ്യങ്ങൾ കലശത്തിലാക്കി അതിനെ അഭിഷേകം ചെയ്യുന്നതാണ് കലശം. അപ്പോൾ അത്തരം ഇതിൽ ക്ഷേത്രത്തിലെ ചൈതന്യങ്ങൾ, അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് പല പൂജാരിമാർ വരും, ചിലപ്പോൾ ഒരു തിരുമേനി മാറി, ചിലപ്പോൾ വേറൊരാൾ പകരത്തിന് വന്നെന്നിരിക്കും. ഒരുപക്ഷെ അവരുടെ പ്രാർത്ഥനയും മന്ത്രങ്ങൾ അവരിപ്പം ദേവൻ്റേത് കൃത്യമായിട്ട് അറിയണമെന്നില്ല. അപ്പോഴിങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വന്നു പോയ പിഴവുകൾ കാണും. അപ്പോൾ ഈ ഒരു വർഷക്കാലമായിട്ട് അവിടെ വന്നു പോയ മന്ത്രജപത്തിലുള്ള പോരായ്മ, നിവേദ്യാദികളൊക്കെ നമ്മൾ ഭഗവാന് കൊടുത്തത്, പിന്നെ ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ നമ്മൾ ചെയ്ത പല കാര്യങ്ങളിലൊക്കെ കുറവുകൾ, പിന്നെ ഏതെങ്കിലും ചിലർ വല്ല അശുദ്ധി ബാധിച്ചോ മറ്റേതെങ്കിലുമൊക്കെ തരത്തിലോ പുലയോ വാലായ്മയൊക്കെ ഉള്ള സമയങ്ങളിൽ അറിയാതെയൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ളതിന് ക്ഷേത്രശുദ്ധിയൊക്കെ ചെയ്ത് അതിന് അവിടുത്തെ ചൈതന്യത്തെ വർദ്ധിപ്പിച്ച് വരുന്ന ഭക്തജനങ്ങൾക്ക് എങ്ങനെയാണോ അവർക്ക് അനുഗ്രഹം ഉണ്ടാക്കുന്ന ആ രീതിയിലുള്ള പൂജാദികൾ ചെയ്ത് ഈ കലശത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുത്ത് മറ്റു ഹോമപൂജാദികളൊക്കെ ചെയ്ത് അത്തരം ചടങ്ങുകളാണ് നമ്മൾ ഇതുവരെ നടത്തിക്കൊണ്ട് പോകുന്നത്. അതുതന്നെയാണ് ഭഗവാന് താല്പര്യവും ഭക്തജനങ്ങൾക്കും അത് തന്നെയാണ് താല്പര്യം. കലാപരിപാടികളൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ശനീശ്വരനെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ ചെന്നാലാണ് നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടുന്നതല്ലേ ആൾക്കാർ. അപ്പോൾ ആ സങ്കേതമായിട്ടാണ് ഇതിന് ഇവിടെ ഉള്ളത്. അത് അവർക്ക് അനുഭവമാകണം. അപ്പോൾ ഒരു ഇതിൽ വന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പടി ചവിട്ടിയിട്ട് ഇറങ്ങിപ്പോകുന്നവർ പോകുന്ന സമയത്ത് നമ്മളെ നോക്കി ചിരിച്ച് കൈ കാണിച്ചിട്ട് പോകുന്ന ആ ഒരു സന്തോഷം വാസ്തവത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. ഇനിയും വരണം എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ശനീശ്വര ജയന്തി പോലും ആൾക്കാർ വരുന്നതിനെക്കുറിച്ച് അവരൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ ഒരു ജയന്തി ആഘോഷമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ ഇപ്പോഴും വളരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തീർച്ചയായിട്ടും വരും. എന്തായാലും അമ്മ വളരെ ഭംഗിയായിട്ട് ഉത്സവം നടക്കട്ടെ. എല്ലാ ആശംസകളും. തീർച്ചയായിട്ടും ആ ചടങ്ങിലേക്ക് നിങ്ങളും വന്ന് പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ആൾക്കാർക്കും, ഇനി വരാൻ കഴിയാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്.